ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? നമ്മൾ ഇന്ന് ഗുരുവായൂർ പോകണം കേട്ടോ. ഒരുപാട് ദിവസത്തെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാ സമയവും എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം ഉണ്ടാവും. അപ്പോൾ ഇത്തവണ നമ്മൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ വർക്കിംഗ് ഡേ തന്നെ കേട്ടോ ചൂസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും. ഇന്ന് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സാറ്റർഡേ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അമ്പലം എത്തി. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറേ ദിവസമായിട്ട് പോകണം എന്നുള്ളത്. പിന്നെ എൻ്റെ ഈ ഒരു സാരി ഉണ്ടല്ലോ, ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കേട്ടോ, കാവ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സെറ്റ് സാരിയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു സാരിയായിരുന്നു. അങ്ങനെ നമ്മൾ ക്ലോക്ക് റൂമിൽ നമ്മുടെ ബാഗും ചെരുപ്പും ഫോണൊക്കെ വെച്ചിട്ട് നേരെ കയറി തൊഴുതു. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോരുകറി ആയിരുന്നു ഇന്നത്തെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗുരുവായൂരിലെ മോരുകറി. പിന്നെ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത കാര്യമാണ് കേട്ടോ പാൽപ്പായസം. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ പ്രിയങ്ക കയറിയിട്ടുണ്ടായിരുന്നു. ഇതും ഒരു ഒഴിച്ചുവിടാൻ പറ്റാത്ത കാര്യമായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഗുരുവായൂർ വരുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എല്ലാം ഒന്ന് ഓടിച്ച് കാണലും പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ എടുക്കലായിരുന്നു പരിപാടി. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കാറൊക്കെ എനിക്ക് കണ്ടിട്ട് വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേണ്ടാന്നങ്ങനെ വെച്ചു. പിന്നെ നമ്മൾ കണ്ടില്ലേ, ഇതാണ്ടോ ഒരുപാട് വളകൾ കേട്ടോ. എൻ്റെ അമ്മയെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഉണ്ട്. പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ നല്ല 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ഒക്കെ കമ്മലുകളൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. ഇപ്പോൾ പക്ഷേ എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ആംഗ്ലറ്റ് സെക്ഷനിൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതിനും 120 150 ആ ഒരു റേഞ്ച് ഉണ്ട്. പിന്നെ ഒരു വളകളിലെ ഹ്യൂജ് കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ലോട്ടസിൻ്റെ ട്രെൻഡിങ് ചെയിൻസ് കണ്ടില്ലേ, അതിൻ്റെ നല്ല കിടിലൻ കളക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് മെയിനായിട്ട് റിങ്ങും അതുപോലെ തന്നെ ക്രാബും ആയിരുന്നു കേട്ടോ നോക്കാണ്ടായിരുന്നത്. പക്ഷേ ഈ റിങ്ങിൻ്റെ കളക്ഷൻസ് ഒന്നും എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഗ്രീൻ അല്ലെങ്കിൽ റെഡ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു റിങ് ആയിരുന്നു. പക്ഷെ അതവിടെ കണ്ടില്ല. പിന്നെ നെയിൽ പോളിഷിൻ്റെ തന്നെ ഒരു ലോഡ് കളക്ഷൻസ് ഉണ്ട്. അതൊന്നും പിന്നെ ഞാൻ എടുത്തില്ല. അങ്ങനെ ഈ ഒരു ക്രാബ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന് 20 രൂപയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ക്രാബ്സിനൊക്കെ നല്ല അത്യാവശ്യം റേറ്റ് കുറവ് തോന്നി. ബാക്കി എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ല കേട്ടോ, അത്രയ്ക്ക് തിരക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്ര കണ്ട് സ്റ്റാഫും ഉണ്ട്. എല്ലാ പ്രാവശ്യവും ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു 1000 രൂപയുടെ അടുത്ത് ഞങ്ങൾ പൊടിച്ചിട്ടേ വരാറുള്ളൂ. പക്ഷേ ഇത്തവണ എന്തോ മനസ്സങ്ങ് അനുവദിക്കണില്ല ക്യാഷ് ചിലവാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഒരുപാട് വളകളുണ്ട് കേട്ടോ, കമ്പിവള കുപ്പിവള എല്ലാം ഉണ്ട്. പക്ഷെ ഞാനൊരു വളപ്രേമിയല്ല, ഒരു ബാംഗിൾസിൻ്റെ ക്രേസ് എനിക്കില്ല. എനിക്ക് ഇയറിങ്സിനോടായിരുന്നു പ്രാന്ത്. പക്ഷെ എന്തോ ഇപ്രാവശ്യം ഞാൻ പോയപ്പോൾ ഒന്നും വാങ്ങിയിട്ടുണ്ടായില്ല കേട്ടോ. എനിക്കെന്തോ വാങ്ങാൻ മനസ്സ് അനുവദിക്കണില്ല. ഞാൻ പക്ഷേ 2-3 ക്രാബും അതുപോലെ തന്നെ ഒരു കീ ചെയിനും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ലേഡീസ് കയറി കഴിഞ്ഞാൽ ഒരു മായാജാലാണ്, ഒരു സ്വർഗത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരാൻ പാടായിരിക്കും. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 100 രൂപയുടെ ഉള്ളിൽ സാധനം വാങ്ങിയിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബസ് പിടിച്ച് നമ്മുടെ വീട്ടിലെത്തി.